ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ശ്രീലത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണസിയിൽ 614 കോടിയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. രാജ്യത്ത് നെല്ല് സംഭരണത്തിൽ 19.92% വർധന. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 92.49%. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് ഇന്ത്യയിലെന്ന് ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ പ്രതിദിന കോവിഡ് പരിശോധനയ്ക്ക് ആനുപാതികമായി രോഗികളുടെ എണ്ണത്തിലെ വർധന തുടരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ച് ഐപിഎൽ ക്രിക്കറ്റ് ഫൈനലിൽ. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് അദ്ദേഹത്തിന്റെ മണ്ഡലമായ വാരണസിയിൽ വിവിധ വികസന പദ്ധതികൾക്ക് ശിലാസ്ഥാപനം നിർവഹിക്കും. 614 കോടിയുടെ പദ്ധതികൾക്ക് പ്രധാനമന്ത്രി വീഡിയോ കോൺഫറൻസിംഗിലൂടെയാണ് ശിലയിടുക. ഉത്തർപ്രദേശ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ചടങ്ങിൽ സംബന്ധിക്കും. 1500 പേർ ചടങ്ങിൽ ഓൺലൈനായി പങ്കാളികളാവും. 6 ഇടങ്ങളിൽ തത്സമയം പരിപാടിയുടെ പൊതുപ്രദർശനം സംഘടിപ്പിക്കും. 5 LED മൊബൈൽ വാനുകളും സജ്ജീകരിച്ചിട്ടുണ്ട്. സാരാനാഥ് ലൈറ്റ് ആന്റ് സൌണ്ട് ഷോ ഉൾപ്പെടെ 16 പദ്ധതികൾക്കാണ് തുടക്കം കുറിക്കുന്നത്. ഗുജറാത്തിലെ ഹസിരയ്ക്കും ഗോഖയ്ക്കുമിടയിൽ ആരംഭിച്ച റോ പാക്സ് ഫെറി സർവീസ് ജീവനോപാധികൾ എളുപ്പത്തിലാക്കുമെന്നും മേഖലയുടെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് കാരണമാകുമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. മിസിരയിൽ റോ പാക്സ് ടെർമിനലിന്റെയും ഫെറി സർവീസിന്റെയും ഉദ്ഘാടനം വെർച്വലായി നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. ജലപാതകൾ ഉപയോഗപ്പെടുത്താനും സാമ്പത്തിക വളർച്ചയ്ക്കായി അവയെ സംയോജിപ്പിക്കാനുമുള്ള പ്രധാനമന്ത്രിയുടെ കാഴ്ചപ്പാടിന്റെ വലിയ തുടക്കമാണ് ഫെറി സർവീസ്. കേരളം ഉൾപ്പെടെയുള്ള 11 സംസ്ഥാനങ്ങളിൽ നടപ്പ് ഖാരിഫ് വിളവെടുപ്പ് കാലത്തെ നെല്ല് സംഭരണ നടപടികൾ കേന്ദ്ര സർക്കാർ തുടരുന്നു. കേരളത്തിനു പുറമെ പഞ്ചാബ്, ഹരിയാന, ഉത്തർപ്രദേശ്, തെലങ്കാന, ഉത്തരാഖണ്ഡ്, തമിഴ്നാട്, ചണ്ഡിഗഡ്, ജമ്മു കാശ്മീർ, ഗുജറാത്ത്, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലാണ് നെല്ല് സംഭരണം പുരോഗമിക്കുന്നത്. കഴിഞ്ഞ വർഷത്തേക്കാൾ 19.92% നെല്ല് കൂടുതലായി സംഭരിക്കാനായി. ഇതിനകം 21.09 ലക്ഷം കർഷകർക്ക് താങ്ങുവില ഇനത്തിൽ 47,010.10 കോടി രൂപ ലഭ്യമാക്കി. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെയും നിരവധി സംസ്ഥാനങ്ങളിലെ ഉപതെരഞ്ഞെടുപ്പിന്റെയും നാളെ നടക്കുന്ന വോട്ടെണ്ണലിന് വിപുലമായ ഒരുക്കങ്ങൾ പൂർത്തിയായി. ബീഹാറിലെ വാൽമീകി നഗർ ലോക്സഭാ സീറ്റിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പിനുള്ള വോട്ടെണ്ണലും നാളെയാണ്. 243 അംഗ ബീഹാർ നിയമസഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പ് 3 ഘട്ടങ്ങളിലായാണ് നടന്നത്. വൻ സുരക്ഷാ വലയത്തിലാണ് വോട്ടെണ്ണൽ നടക്കുക. ബോളിവുഡ് നിർമ്മാതാവ് ഫിറോസ് നാദിയാവാലയുടെ ഭാര്യയെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ അറസ്റ്റ് ചെയ്തു. മുംബൈ ജുഹുവിലുള്ള ഇവരുടെ വസതിയിൽ നിന്നും കഞ്ചാവ് കണ്ടെടുത്തതിനെ തുടർന്നാണ് നാദിയാവാലയുടെ ഭാര്യ ഷബാന സയീദിനെ അറസ്റ്റ് ചെയ്തത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ 10 ഗ്രാം കഞ്ചാവാണ് പിടികൂടിയത്. മുൻപ് അറസ്റ്റിലായ ഫാഹിദ് അബ്ദുൽ ഖാദിർ ഷെയ്ഖിൽ നിന്നും ലഭിച്ച പ്രഥമ വിവരമനുസരിച്ചാണ് പരിശോധന നടത്തിയത്. നേരത്തെ നാദിയാവാലയെ നാർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ ചോദ്യം ചെയ്യാനായി വിളിപ്പിച്ചിരുന്നു. എന്നാൽ ഹാജരായില്ല. അസമിൽ 70 ലക്ഷം വിദ്യാർത്ഥികളെ സൌജന്യമായി ആധാർ പട്ടികയിൽ പേര് ചേർക്കുന്ന പരിപാടിക്ക് സംസ്ഥാന സർക്കാർ ഇന്ന് തുടക്കമിടും. സർക്കാർ സ്വകാര്യ വിദ്യാലയങ്ങളിൽ നിന്നുള്ള 6 മുതൽ 18 വയസ്സുവരെയുള്ള എല്ലാ വിദ്യാർത്ഥികളെയും ആധാർ പട്ടികയിൽ ചേർക്കാനാണ് അസം വിദ്യാഭ്യാസ വകുപ്പ് ലക്ഷ്യമിടുന്നത്. പദ്ധതി അടുത്ത വർഷം മാർച്ചോടെ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. ഡൽഹിയിൽ ദീപാവലി ആഘോഷങ്ങൾക്ക് മുന്നോടിയായി പടക്കക്കച്ചവടത്തിനായി നൽകിയിരുന്ന എല്ലാ ലൈസൻസുകളും ഡൽഹി പോലീസ് നിർത്തലാക്കി. ദേശീയ ഹരിത ട്രിബ്യൂണലിന്റെ നിർദ്ദേശപ്രകാരമായിരിക്കും മേൽനടപടികൾ സ്വീകരിക്കുക. ദീപാവലിയോടനുബന്ധിച്ച് ഡൽഹി നഗരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനധികൃതമായി വിൽപ്പന നടത്തിയ 593 കിലോഗ്രാം പടക്കം പോലീസ് കണ്ടെടുത്തു. 7 പേരെ അറസ്റ്റ് ചെയ്തു. ലോകപ്രശസ്ത വിനോദസഞ്ചാര കേന്ദ്രമായ പാങ്കോങ് ടിസോ മേഖലയിൽ ഇനി 4G സേവനം ലഭ്യമാകും. ലേഹിൽ കൌൺസിൽ എക്സിക്യൂട്ടീവ് കൌൺസിലർ ടാഷി ആക്സി ഇന്നലെ ജിയോ 4G ടവർ ഉദ്ഘാടനം ചെയ്തു. ചാങ്തങ് മേഖലയിൽ ആദ്യമായാണ് 4G ടവർ സ്ഥാപിതമാകുന്നത്. ടവർ ഉദ്ഘാടനം ചെയ്ത ശേഷം ടാഷി ആക്സി ഹിൽ കൌൺസിൽ ചെയർമാനെ വീഡിയോ കോൾ ചെയ്തു. അടൽ ബീമിത് വ്യക്തി കല്യാൺ യോജന വഴിയുള്ള എംപ്ലോയീസ് സ്റ്റേറ്റ് ഇൻഷുറൻസ് അപേക്ഷകൾക്ക് സത്യവാങ്മൂലം ഫോറം വഴി സമർപ്പിക്കേണ്ടതില്ലെന്ന് കേന്ദ്ര തൊഴിൽ മന്ത്രാലയം അറിയിച്ചു. ഗുണഭോക്താക്കളുടെ പ്രതികരണത്തെ തുടർന്നാണ് നിബന്ധനകളിൽ ഇളവ് വരുത്തുന്നത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കൊറോണ ആശങ്കയല്ല, ജാഗ്രതയാണ് വേണ്ടത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം പുറപ്പെടുവിക്കുന്ന നിർദ്ദേശങ്ങൾ. ജനങ്ങൾ കൂട്ടം കൂടുന്നത് ഒഴിവാക്കുക. ഇടയ്ക്കിടെ കൈകൾ സോപ്പും വെള്ളവും ഉപയോഗിച്ചോ സാനിറ്റൈസർ ഉപയോഗിച്ചോ വൃത്തിയാക്കുക. നിർബന്ധമായും മാസ്ക് ധരിക്കുക. പനിയോ ചുമയോ ശ്വാസതടസ്സമോ തുടരുന്ന സാഹചര്യത്തിൽ വൈദ്യസഹായം തേടുക. കൊറോണയെ സംബന്ധിച്ച വിവരങ്ങൾക്ക് ആരോഗ്യ മന്ത്രാലയത്തിന്റെ 1075 ലും ദിശയുടെ 1056 ലും ബന്ധപ്പെടാം.
രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 92.49% ഉയർന്നു. 49,000-ഓളം പേർ കൂടി രോഗമുക്തി നേടിയതോടെ രോഗമുക്തരുടെ എണ്ണം 78.68 ലക്ഷമായി. 5.12 ലക്ഷം പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. പുതുതായി 45,674 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതോടെ ആകെ രോഗബാധിതരുടെ എണ്ണം 85 ലക്ഷം കടന്നു. എന്നാൽ രാജ്യത്ത് കോവിഡ് മരണനിരക്ക് 1.48% കുറഞ്ഞതും ആഗോളതലത്തിൽ ഇന്ത്യയിലാണ് ഏറ്റവും കുറഞ്ഞ മരണനിരക്കെന്നും ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. കേരളത്തിൽ പ്രതിദിന കോവിഡ് പരിശോധനയ്ക്ക് ആനുപാതികമായി രോഗികളുടെ എണ്ണത്തിലുള്ള വർധനയും തുടരുന്നു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 48,798 സാമ്പിളുകൾ പരിശോധിച്ചപ്പോൾ 5,440 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. 11.14% കോവിഡ് സ്ഥിരീകരണ നിരക്ക്. ശനിയാഴ്ച ഇത് 11.24 ആയിരുന്നു. പ്രതിദിന പരിശോധന സ്ഥിരമായി 70,000-ൽ എത്തിക്കാനാണ് സംസ്ഥാന സർക്കാർ ലക്ഷ്യമിടുന്നത്. 51 ആരോഗ്യ പ്രവർത്തകർ ഉൾപ്പെടെ 4,699 പേർക്കാണ് സമ്പർക്കത്തിലൂടെ കോവിഡ് പകർന്നത്. ഇന്നലെ 6,853 പേർ രോഗമുക്തരായി. കഴിഞ്ഞ 24 മണിക്കൂറിൽ 24 മരണങ്ങൾ കൂടി കോവിഡ് മൂലമാണെന്ന് സ്ഥിരീകരിച്ചു. ആകെ മരണസംഖ്യ 1,692 ആയി. സംസ്ഥാനത്ത് ഇപ്പോൾ 81,823 പേരാണ് ചികിത്സയിലുള്ളത്. തമിഴ്നാട്ടിൽ കോവിഡ്-19 രോഗികളുടെ എണ്ണം 18,894 ആയി കുറഞ്ഞു. കഴിഞ്ഞ 24 മണിക്കൂറിൽ 2,334 പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഇതിൽ 601 പേർ ചെന്നൈയിൽ നിന്നുള്ളവരാണ്. തമിഴ്നാട്ടിലെ 37ൽ 30 ജില്ലകളിൽ പുതിയ രോഗബാധിതരുടെ എണ്ണം 2 അക്കത്തിലേക്ക് താഴ്ന്നപ്പോൾ 3 ജില്ലകളിൽ ഇത് ഒറ്റക്ക സംഖ്യയിലേക്ക് ചുരുങ്ങി. 9 ജില്ലകളിലായി 20 പേർ മരിച്ചു. കർണാടകയിൽ ഇന്നലെ 2,235 പേർക്ക് കോവിഡ് രോഗമുക്തി. 2,258 പേർക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചു. 22 പേർ മരിച്ചു. നിലവിൽ രോഗസ്ഥിരീകരണ നിരക്ക് 2.12%. മരണനിരക്ക് 0.97%. രോഗമുക്തി നിരക്ക് 94%. മഹാമാരി രൂക്ഷമായി തുടരുന്ന ബംഗളൂരു നഗരത്തിൽ ഇന്നലെ 1,064 പേർക്ക് കൂടി കോവിഡ് സ്ഥിരീകരിച്ചു. ഇവിടെ 77 മരണങ്ങളും രേഖപ്പെടുത്തി. ഇനി IPL വനിതാ 2020 വിശേഷങ്ങളുമായി സുരേഷ്. IPL ക്രിക്കറ്റിൽ ആദ്യമായി ഡൽഹി ക്യാപിറ്റൽസ് ഫൈനലിൽ കടന്നു. അബുദാബിയിൽ ഇന്നലെ നടന്ന രണ്ടാം യോഗ്യതാ മത്സരത്തിൽ സൺറൈസേഴ്സ് ഹൈദരാബാദിനെ 17 റൺസിനാണ് ഡൽഹി ക്യാപിറ്റൽസ് തോൽപ്പിച്ചത്. ആദ്യം ബാറ്റ് ചെയ്യാൻ തീരുമാനിച്ച ഡൽഹി 20 ഓവറിൽ 3 വിക്കറ്റ് നഷ്ടത്തിൽ 189 റൺസ് നേടി. ഹൈദരാബാദിനു വേണ്ടി കെയ്ൻ വില്യംസൺ 45 പന്തിൽ 67-ഉം അബ്ദുൾ സമദ് 16 പന്തിൽ 33-ഉം റൺസ് നേടി. നാളെ നടക്കുന്ന ഫൈനലിൽ ഡൽഹി മുംബൈ ഇന്ത്യൻസിനെ നേരിടും. ഇന്ന് നടക്കുന്ന വനിതാ 2020 ക്രിക്കറ്റ് ഫൈനലിൽ ഹർമൻപ്രീത് നയിക്കുന്ന സൂപ്പർ നോവാസും സ്മൃതി മന്ദാന നയിക്കുന്ന ട്രയൽ ബ്ലേയേഴ്സും തമ്മിൽ ഏറ്റുമുട്ടും. രാത്രി 7:30 ഷാർജയിലാണ് മത്സരം. ന്യൂസ് ഡെസ്ക് ആകാശവാണി. പാരീസ് മാസ്റ്റേഴ്സ് ടെന്നീസിൽ 5ാം നമ്പർ താരമായ ഡാനിൽ മെദ്വദേവ് അലക്സാണ്ടർ സ്വരേവിനെ തോൽപ്പിച്ചു. സ്കോർ 5-7, 6-4, 6-1. 2ാം നമ്പർ താരമായ റഫേൽ നദാലിനെ തോൽപ്പിച്ചാണ് 7ാം നമ്പർ താരമായ ജർമ്മനിയുടെ സ്വരേവ് സെമിയിൽ കടന്നത്. 2 മണിക്കൂർ 7 മിനിറ്റ് നീണ്ട മത്സരത്തിലാണ് റഷ്യയുടെ മെദ്വദേവ് സ്വരേവിനെ കീഴടക്കിയത്. പാരീസ് മാസ്റ്റേഴ്സ് നേടുന്ന 4ാമത്തെ റഷ്യൻ താരമാണ് ഡാനിൽ. ശൈത്യകാലത്തിന്റെ വരവോടെ കോവിഡ് രോഗവ്യാപനം തീവ്രമായ പല യൂറോപ്യൻ രാജ്യങ്ങളും ഇപ്പോൾ കർക്കശമായ അടച്ചുപൂട്ടൽ നിയന്ത്രണത്തിലാണ്. കഴിഞ്ഞ 6 മാസക്കാലത്തിനിടയിലെ ഏറ്റവും വലിയ രോഗമരണ നിരക്കാണ് പല യൂറോപ്യൻ രാജ്യങ്ങളിലും. ഒരു റിപ്പോർട്ട്. കഴിഞ്ഞ വ്യാഴാഴ്ച മുതൽ 4 ആഴ്ചക്കാലത്തെ ലോക്ഡൌൺ പ്രാബല്യത്തിൽ വന്ന ബ്രിട്ടനിൽ ഇന്നലെ 25,000 പേരാണ് രോഗബാധിതരായത്. 413 പേർ മരിച്ചു. ഫ്രാൻസിൽ ദിനംപ്രതി 50,000-ഓളം പേരാണ് രോഗബാധിതരാകുന്നത്. മരണനിരക്ക് 350-ലധികവും. ഗ്രീസിലും അയർലൻഡിലും നെതർലൻഡ്സിലുമൊക്കെ ലോക്ഡൌൺ പ്രാവർത്തികമായി കഴിഞ്ഞു. കോവിഡ് രോഗവ്യാപനത്തിന്റെയും മരണനിരക്കിന്റെയും കണക്കുകൾ താരതമ്യം ചെയ്യുമ്പോൾ യൂറോപ്യൻ രാജ്യങ്ങൾ നൽകുന്ന ചിത്രം ഭയാനകമാണ്. റഷ്യ ഉൾപ്പെടെ രോഗികളുടെ എണ്ണം ഏകദേശം 1,37 ലക്ഷത്തിലധികമായി. മരിച്ചവരാകട്ടെ 3,20,000-ലധികവും. രോഗികളുടെ എണ്ണവും മരണനിരക്കും കുറയ്ക്കുവാൻ ലോക്ഡൌൺ അല്ലാതെ മറ്റു മാർഗ്ഗങ്ങളില്ല എന്ന തിരിച്ചറിവിലാണ് ഇന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ. ബ്രിട്ടനിൽ നിന്നും എൻ വാസുദേവ്. ലോകത്ത് ഇതുവരെ കോവിഡ് സ്ഥിരീകരിച്ചവരുടെ എണ്ണം 5,37,00,000 കവിഞ്ഞു. 12,58,000 പേർ ഇതിനകം കോവിഡ് ബാധിച്ച് മരിച്ചു. 1,34,00,000 പേർ ഇപ്പോൾ ചികിത്സയിൽ കഴിയുന്നു. 3.5 കോടി പേർ കോവിഡ് മുക്തരായി. ഇസ്രായേലിൽ നിന്നുള്ള വിനോദസഞ്ചാരികളെയും വഹിച്ചുള്ള ആദ്യ വിമാനം ഇന്നലെ UAEയിൽ ഇറങ്ങി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം സാധാരണ നിലയിലാകുന്നതിന്റെ ആദ്യ സൂചനയാണിത്. പ്രധാന വാർത്തകൾ വീണ്ടും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വാരണസിയിൽ 614 കോടിയുടെ വികസന പദ്ധതികൾക്ക് തറക്കല്ലിടും. രാജ്യത്ത് നെല്ല് സംഭരണത്തിൽ 19.92% വർധന. രാജ്യത്ത് കോവിഡ് മുക്തി നിരക്ക് 92.49%. ആഗോളതലത്തിൽ ഏറ്റവും കുറഞ്ഞ മരണനിരക്ക് ഇന്ത്യയിലെന്ന് ആരോഗ്യ മന്ത്രാലയം. കേരളത്തിൽ പ്രതിദിന കോവിഡ് പരിശോധനയ്ക്ക് ആനുപാതികമായി രോഗികളുടെ എണ്ണത്തിലെ വർധന തുടരുന്നു. ഡൽഹി ക്യാപിറ്റൽസ് സൺറൈസേഴ്സ് ഹൈദരാബാദിനെ തോൽപ്പിച്ച് IPL ക്രിക്കറ്റ് ഫൈനലിൽ.
വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാവിലെ 10:15-ന്.